ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 797 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 23 അധ്യായം 1 തിരുവചനമാണ്. വ്യാജവർത്തമാനം പരത്തരുത്. കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. 2018 ബേസ്ബോൾ സീസണിൽ ഒരു പരിശീലകൻ ഡഗ്ഔട്ടിലിരിക്കുന്ന ഒരു പയ്യന് പന്ത് നൽകുവാൻ ആഗ്രഹിച്ചു. കോച്ച് ആ പയ്യന്റെ നേരെ എറിഞ്ഞ പന്ത് അവന് മുമ്പേ ഒരു മനുഷ്യൻ പിടിച്ചെടുത്തു. അതിൻ്റെ വീഡിയോ വൈറലായി. വാർത്താ ഏജൻസികളും സോഷ്യൽ മീഡിയയും ഈ മനുഷ്യന്റെ ക്രൂരതയെ അപലപിച്ചു. എന്നാൽ കാഴ്ചക്കാർക്ക് അതിൻ്റെ യഥാർത്ഥമായ വസ്തുതകൾ അറിയില്ലായിരുന്നു. ഈ പയ്യന് നേരെ വന്നതായ ഒരു പന്ത് പിടിക്കുവാൻ ഈ മനുഷ്യൻ നേരത്തെ അവനെ സഹായിച്ചിരുന്നു. അതുമാത്രമല്ല, അവർക്ക് നേരെ വരുന്ന അധിക പന്തുകൾ പിടിച്ചെടുക്കുവാനുള്ള അനുവാദവും ഈ മനുഷ്യന് ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഈ മനുഷ്യൻ മാനസികമായി തകർന്നു പോയിരുന്നു. പ്രിയമുള്ളവരെ, അല്പം അറിഞ്ഞവൻ എനിക്കെല്ലാം അറിയാം എന്ന മട്ടിലാണ് പെരുമാറുന്നത്. മുഴുവൻ കഥകളും കേൾക്കാതെ കേട്ടത് വെച്ച് മറ്റുള്ളവരെ വിധിക്കുന്നത് എന്തൊരു എളുപ്പമാണ്. അങ്ങനെ വിധിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അനുഭവിക്കുന്നവരും വിരളമല്ല. എന്നാൽ അത് അനുഭവിക്കുന്നവന്റെ നൊമ്പരം എത്ര വലുതാണ് എന്ന് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. വചനം പറയുന്നു, വ്യാജവർത്തമാനം പരത്തരുത്. പ്രിയമുള്ളവരെ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പായി വ്യാജവർത്തമാനം ഞാൻ പരത്തില്ല എന്ന് തീരുമാനമെടുക്കുവാനും സത്യമറിയുവാൻ നമ്മളാൽ കഴിയുന്നതായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി സത്യം തിരിച്ചറിയുവാനും നാം പരിശ്രമിക്കണം. സത്യം കേൾക്കുവാനും സത്യം മാത്രം പറയുവാനും നമുക്ക് സാധിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, യാഥാർത്ഥ്യം എന്താണോ അത് തിരിച്ചറിയുവാനും സത്യം മാത്രം പറയുവാനും എന്നെ യോഗ്യനാക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.